നമ്മളിപ്പോ അടിപൊളി മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങളിന്ന് നല്ലൊരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മാങ്ങ ഒക്കെ വീട്ടിലുള്ള തന്നെയാണ്. വീട്ടിലൊരു വലിയൊരു മാവുണ്ട്. മാവുന്ന് വീണ മാങ്ങകളാണ് ഇപ്പോൾ പറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല വേനൽക്കാലമാണ്. അപ്പം മാങ്ങകൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് മുന്നത്തെ കാറ്റിൽ ഒരുവിധം മാങ്ങ ഇതൊക്കെ പോയി. മാങ്ങാര പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി. അതിന് ശേഷം ഉണ്ടായ മാങ്ങകളാണ് ഇത്. രണ്ടാമത് പൂവിട്ടിട്ട് കണ്ടമാനം മാങ്ങിണ്ടായി. അത് പ്രതീക്ഷിക്കാണ്ടുണ്ടായതാ. അതെന്ന് വെച്ചാൽ ഡെയിലി നേരം വെളുത്ത് നോക്കുമ്പോൾ ഈ മുറ്റം നിറയെ മാങ്ങകളായിരിക്കും. പഴുത്ത മാങ്ങകൾ വീണിട്ട് നമ്മൾ കരാറൊന്നും കൊടുത്തിട്ടില്ല. എന്നും ധാരാളം മാങ്ങ രാവിലെ ആകുമ്പോഴേക്കും വീഴും. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളെടുത്ത് ജ്യൂസ് അടിക്കും. പിന്നെ കൂട്ടുകാരന്മാർക്കും പിന്നെ ബന്ധുക്കൾക്കൊക്കെ നമ്മളിങ്ങനെ ഓരോ കവറിൽ കെട്ടിയിട്ട് കൊണ്ടുകൊടുക്കും. കാരണം മാങ്ങ വേസ്റ്റായി പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. ശരിക്കും പറയാൻ വെച്ചാൽ നല്ല പുളിയൻ മാങ്ങയാണ്. അതായത് മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങയാണ്. നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഇത്തിരി മധുരം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വിഷുവിന് ഈ ഏരിയയിലുള്ള വീടുകളിലൊക്കെ മാമ്പഴ പുളിശ്ശേരി തന്നെയായിരുന്നു. അത്രയും നല്ല ടേസ്റ്റാണ് ഇത് മാമ്പഴ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ മാങ്ങ കൊണ്ട് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വേറെ ഒന്നും ഞങ്ങൾ ചേർക്കില്ല. ഞങ്ങൾ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടുള്ളൂ. കാരണം കുറച്ച് പുളി ഉണ്ടല്ലോ. പഞ്ചസാര കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്നേക്കാളും അടിപൊളി ജ്യൂസായിട്ട് കിട്ടും. ധൈര്യമായിട്ട് കുടിക്കാം. കാരണം നമ്മുടെ വീട്ടിലുണ്ടാവണ മാങ്ങയല്ലേ. അപ്പോൾ ഒരു തരത്തിലും മായം ഒന്നുമില്ലാത്ത അടിപൊളി പക്ക ജ്യൂസ്. പിന്നെ നമ്മൾ കൊടുക്കണ ചിലവർ പറയും ഞങ്ങൾ പാലൊഴിച്ച് ഇട്ടപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട്. നമുക്കറിയില്ല കേട്ടോ ഇതിനേക്കാളും ടേസ്റ്റ് കൂടാനുള്ള വല്ല ഐഡിയകളുണ്ടെങ്കിൽ വല്ലവരും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ജ്യൂസ് പൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ മാങ്ങകളൊക്കെ കിട്ടാണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണിയുള്ളൂ. നല്ല അടിപൊളി ജ്യൂസായിട്ട് അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് അത് സെറ്റാക്കാവുന്നുള്ളൂ. അപ്പം മാങ്ങകളൊന്നും കണ്ടു കഴിഞ്ഞാൽ ആരും വേസ്റ്റ് ആക്കണ്ട. ഇങ്ങനെ എത്രയോ ഐഡിയകളുണ്ട്. അഥവാ ഇങ്ങനത്തെ മാങ്ങകളൊക്കെ ഭയങ്കര താല്പര്യമുള്ളവർക്ക് മാങ്ങ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ മാങ്ങ തരാം. കാരണം ഇവിടെ ഡെയിലി മാങ്ങ വീണാണ്. നമ്മൾ കുറേ പേർക്ക് ഇങ്ങനെ കൊടുക്കണതാണ്. പിന്നെ ഇന്നത്തെ മാങ്ങ ജ്യൂസ് നമ്മുടെ ദേവുട്ടി വകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞുള്ളൂ ഞങ്ങൾ പഞ്ചസാര മാത്രമേ ഇടാറുള്ളൂ. ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കും. വേറെ ഒന്നും ചെയ്യില്ല. പുളിയും പഞ്ചസാരയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ മാങ്ങ ഒരു പ്രാവശ്യം നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് ഇങ്ങനെ ആയുള്ളത് കേട്ടോ. ഇനി നമ്മളിത് അരിപ്പ് വെച്ചിട്ട് അരിക്കുമ്പോൾ മേലെ മട്ട് വീണ്ടും വരും. ആ മട്ടെടുത്ത് വീണ്ടും നമ്മൾ മിക്സിയിലിട്ടിട്ട് ജ്യൂസ് അടിക്കണം. അപ്പോൾ കറക്റ്റ് ലാസ്റ്റ് കംപ്ലീറ്റ് അത് വെള്ളമായിട്ട് കിട്ടും. നല്ല അടിപൊളി വെള്ളമായിട്ട് കിട്ടും. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ മാങ്ങ നമ്മൾ കഷ്ണങ്ങളാക്കിയാൽ കുറച്ച് വെള്ളം ഒഴിക്കുക, പഞ്ചസാര ഇടുക, ജ്യൂസ് റെഡി. കുടിച്ചു നോക്കിയാൽ